Hello guys, welcome back to my channel. ഇന്ന് പഹൽഗാമിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ടാണ് ഈ വീഡിയോ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പഹൽഗാമിൽ വരുന്ന വഴിയും ആപ്പിൾ തോട്ടവും എല്ലാം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ എക്സാക്റ്റ് നമ്മൾ പഹൽഗാമിൽ ഓരോ വ്യൂ പോയിൻറ്റ്സുമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഹോഴ്സ് റൈഡിങ് തന്നെയാണ്. അത് ഇവിടെ നിന്ന് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്തത് ഈ ഒരു അഡ്വഞ്ചറസ് ഹോഴ്സ് റൈഡിങ് തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ ഈ വാലി, അതുപോലെ ഈ ട്രീസും വേറൊരു വൈബ് തന്നെയാണ് പഹൽഗാം. നമുക്ക് പഹൽഗാമിൽ 2 ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം, പക്ഷേ അത് അത്ര പോസിബിൾ അല്ല. അതുപോലെ നമുക്ക് അത്രയും ദൂരം നടന്ന് കാണാനുള്ള വ്യൂ പോയിൻറ്റ്സ് അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഹോഴ്സ് റൈഡിങ് ചൂസ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു നഷ്ടമാവത്തില്ല. എന്തായാലും അത് യൂസ്ഫുൾ ആണ്. അതുപോലെ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ എന്തായാലും നിങ്ങൾ ഹോഴ്സ് റൈഡിങ് ചൂസ് ചെയ്യണം, പറ്റുന്നവരെല്ലാം ചെയ്യണം. അതുപോലെ അവരുടെ ലോക്കൽ ഏരിയാസിലൂടെയാണ് നമ്മൾ പോയിട്ട് നമുക്ക് ഓരോ വ്യൂ പോയിൻറ്റ്സ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണ് ഇവിടെ ഉള്ളതെല്ലാം. ഫസ്റ്റ് നമുക്ക് നല്ല രസം തോന്നി, ഹോഴ്സ് ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സ്പീഡ് കൂട്ടുന്നു, എന്താ പറയുക, സ്പീഡിന് താനേ സ്പീഡിന് പോവും, സ്പീഡ് കുറയ്ക്കും. എന്തായാലും കുടുങ്ങിയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി, യൂസ്ഡ് ആയി. കാരണം അത്രയും ഏകദേശം ഒരു 3 മണിക്കൂറോളം എനിക്കൊന്നും നമ്മളത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഹോഴ്സിലൂടെ നമ്മൾ ഫസ്റ്റ് ചെന്നത് അവരുടെ ഒരു വില്ലേജ് ഏരിയയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തുന്നു. ഫസ്റ്റ് പോയിന്റിലെത്തി. എനിക്ക് പേടിയാണ് അതൊക്കെ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട്. വല്ലാതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഹോഴ്സ് റൈഡിങ്. കാരണം നേരെയുള്ളൊരു ഏരിയ അല്ല, ഫുൾ കല്ലാണ്. അതുപോലെ ഇറക്കവും കയറ്റവും എല്ലാം ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അതിനനുസരിച്ച് നമ്മളും ഹോഴ്സ് റൈഡിങ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും കുറച്ച് ഹോഴ്സ് റൈഡിങ് സീൻസ് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് കയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പോയിന്റിലെത്തി. അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. എല്ലായിടത്തും നമുക്ക് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഷോപ്സ് അവിടെ മാഗി, കോഫി, ടീ എല്ലാം അവൈലബിൾ ആണ്. വാട്ടർഫോളിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളമില്ലേ, ഇത് 3 ഡിഗ്രിയാണ്. കാരണം ഇതപ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മളിന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഫുൾ ചുമന്നിട്ട് നല്ലൊരു വേദന പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ പറയുന്നത് 3 ഡിഗ്രിയേ ഉള്ളൂ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഐസിൽ പിടിച്ചൊരു ഫീൽ വരുന്നത്. ആൻഡ് ഫൈനലി നമ്മളിത് ഫേമസ് ബൈസറൻ വാലി ഭയങ്കര ഹൈപ്പ് കൊടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. പഹൽഗാമിൽ എന്താ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സ്പോട്ടാണ്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ പഹൽഗാം ഈസ് ഓക്കെ. പക്ഷേ ഈ ഒരു സ്പോട്ട് മാത്രമായിട്ട് പറയുമ്പോൾ അത്ര ഹൈപ്പൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കശ്മീരി ഡ്രസ്സ് ഇട്ട് അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാം. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. നമ്മുടെ മെയിൻ സംഭവമായ മാഗി, അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ മാഗി കടയിലോട്ട് പോവുകയാണ് ചെയ്തത്.
ഇറക്കമൊക്കെ അടിപൊളിയായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു തീർന്ന്. പക്ഷെ രണ്ട് എക്സ്പീരിയൻസാ. അത് മഞ്ഞില് നമ്മൾ അങ്ങോട്ട് പോയത് ഒരു വാലി, തിരിച്ചു വന്നപ്പോഴും സ്നോഫോളിലാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ കല്ല് ഈ ദേവതാരം ആ മരങ്ങൾ ദേവദാരു മരങ്ങളാണ് തോന്നുന്നു കേട്ടോ. ആ മരങ്ങളുടെ ഇടയിൽ കൂടി കല്ല്, അതുപോലെ വാലി എല്ലാം നമ്മൾ എൻജോയ് ചെയ്തു വരും. അങ്ങനെ നമ്മൾ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് കൂടി ഉണ്ട്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഡേഞ്ചറസ് ആയ പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ വീഡിയോയും എല്ലാം കൂടി, ആൾക്ക് ഹോഴ്സിനെയും കൺട്രോൾ ചെയ്യണം, നമ്മളെയും കൺട്രോൾ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള, നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഏകദേശം ഒരു 4-5 മണിയായി അന്ന് നമ്മൾ ഹൗസ് റൈഡിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. നമ്മൾ അടുത്തുള്ള ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ നമ്മൾ പഞ്ചാബി താലിയാണ് കഴിച്ചത്. അമേസിങ്, അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അവിടെ വരുന്നവർക്ക് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അതായത് ഒരു ബെൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ ബെല്ല് ഒന്നടിച്ചിട്ട് പോവാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, കാരണം അത്രയും നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളും ബെല്ലൊക്കെ അടിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ പഹൽഗാമിനോട് യാത്ര പറയുവാണ്. പഹൽഗാം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ഈ ഒരു കല്ലും ഈ ദേവദാരു വൃക്ഷങ്ങളും അതുപോലെ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും പഹൽഗാം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ നമ്മൾ നേരെ റൂമിലെത്തി. നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറയുമ്പോൾ അറിയാലോ, കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമുക്ക് നെയ്ച്ചോറും ബീഫുമാണ്. ഞാൻ ബീഫ് അധികം കഴിക്കത്തില്ല, അപ്പോൾ നെയ്ച്ചോറും കുറച്ച് 1-2 ചെറിയ പീസസും കൂട്ടി കഴിച്ചു. നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് രാത്രിയായപ്പോൾ വീണ്ടും വിശന്നു. ഇന്ന് ഒരുപാട് എക്സസൈസ്, നമ്മൾ ഒരുപാട് ഫിസിക്കലി വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം നല്ല വിശന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ KFCന്ന് എന്തൊക്കെയോ വാങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.